എടി ഇപ്പോഴും നിന്റെ കെട്ടിയോ കയറി വരുമോ? അങ്ങനെ ഇപ്പോഴൊന്നും നോക്കണ്ട. അങ്ങനെ ഓഫീസിൽ നിന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ 24 മണിക്കൂറും ഏതോ ക്ലയൻ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അങ്ങനെ അങ്ങോട്ട് പോക്കോളൂ, നീ പേടിയണ്ട. ഇതൊരു പോകാനടി നിന്റെ ഭർത്താവ്. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ആയതുകൊണ്ടായിട്ട് ഒരു വിലയില്ലല്ലോ അയാൾക്ക്. എന്ത് പറയാനാ മനു, എന്നെ കേൾക്കാനും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരാനും എന്നെ മനസ്സിലാക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവ്? നിനക്ക് ഞാനില്ലേടി. സത്യം പറഞ്ഞ കോവിഡ് വന്നത് നമുക്ക് രണ്ടുപേർക്കും ഗുണമായി. ദൈവമായിട്ടാണ് നിന്നെ എനിക്ക് കൊണ്ടുവന്നത്. നീ ഇത് നോക്കി, നിനക്ക് ഞാൻ എന്താ കൊണ്ടുവന്നതാണ്. ഇതെന്റെ ഫേവറേറ്റാ. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇതാ പറഞ്ഞ, ഇതൊന്നും അങ്ങേര് ചെയ്യില്ല. നിനക്കറിയോ മനു, അങ്ങേര് ഇന്നേ വരെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നിട്ടില്ല. അങ്ങേര് വീട്ടിൽ വന്ന് കയറുന്നത് വേണം കാണാൻ. അങ്ങേരുടെ ബാഗിൽ നാറി ചോറ്റുപാത്രം, പിന്നെ വീട്ടിലാവശ്യമുള്ള പച്ചക്കറിയും. എനിക്കെല്ലാം മടുത്തു. ഒരു മുരടൻ അങ്ങേര്. നീ സമാധാനപ്പെടും. എന്തായാലും അധികം നാളായാലും സഹിക്കേണ്ടി വരില്ല. എൻ്റെ രാജകുമാരി ഞാൻ കൂട്ടിക്കൊണ്ട് പോവില്ല. ഇവിടെ ഇന്ന് രാവിലെ മാനേജറുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുന്നത് കണ്ടല്ലോ. എന്തായിരുന്നു കാര്യം? ഒന്നും പറയണ്ട, ഒരു ലീവിന് കൊടുത്തതാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി. അവളെ കൊണ്ടൊന്ന് പുറത്തു പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി തിരക്കണ്ടല്ലേ, അതിനെപ്പോഴാണ് സമയം കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ലീവ് ചോദിച്ചു. അതിനയാൾ ആ പണി ഈ പണിയെന്ന് പറഞ്ഞിട്ട്. നീ പറയുന്നതിൽ കാര്യമുള്ളടാ. നല്ല വ്യക്തിയെ പണിയെടുക്കുന്ന ആൾക്കാരെ അയാളുണ്ടല്ലോ ഉടുമ്പ് പോലെ പിടിച്ച് കഴുതയെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നീ അത് നോക്കണ്ട. നീ ആ ലീവ് സാങ്ഷനാക്കാൻ നോക്ക്. അതിനിടയിൽ അമ്മ വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായില്ലേ, കുട്ടികളായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ ജോലി തിരക്കും കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കട്ടിൽ കണ്ടാൽ ഞാൻ അപ്പം വീഴും. രാവിലെ എണീറ്റ് ഓഫീസിലോട്ട് ഓട്ടം. വല്ലപ്പോഴും ഒരു അവധി കിട്ടാൻ അന്ന് മാനേജറിൻ്റെ ഫോൺ കോളും. ഇതിനിടയിൽ ഇതിനൊക്കെ എപ്പോഴാണ് സമയം കിട്ടുന്നത്? എടാ പൊട്ടാ, അതാ ഞാൻ പറഞ്ഞത്. നീ അവളെ ഒറ്റപ്പെടുത്താതെ കുറച്ചു നേരം അവളുമായിട്ട് സമയം ചെലവഴിക്കാൻ നോക്ക്. എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്നും അവളെക്കുറിച്ച് ഓർക്കും. അവൾ എനിക്ക് വേണ്ടി വീട് പണിയും ചെയ്ത് ജോലിക്കാരിയെ പോലെ. അവൾക്കും കൊടുക്കണ ഒരു അവധി. നിന്റെ കെട്ടിയവന് അടുത്തെങ്ങാനും ട്രിപ്പ് ഉണ്ടോ അടി? ആർക്കറിയാം. ഇങ്ങനെ തലേദിവസം എന്നോട് പറയും പിറ്റേ ദിവസം വെളുപ്പണി കഴിഞ്ഞിട്ട് പോകണം. അല്ലെങ്കിലും ഈ അടുക്കളയിലെ കരിയും പോയാൻ കൊണ്ട് ജീവിക്കാനാണല്ലോ എൻ്റെ വിധി. അതിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അവനെപ്പോലെ ഞാൻ ശ്രീധരനൊന്നും വാങ്ങിച്ചിട്ടല്ല നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ശ്രീധരനൊന്നും ചോദിച്ചിട്ടില്ല. എനിക്കുള്ളതൊക്കെ എൻ്റെ വീട്ടുകാർ തന്നിട്ടുണ്ട്. ഓ, ഞാൻ കരുതി അവൻ നിന്റെ ശ്രീധരനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നിന്നെ ഇവിടെ കൊണ്ടൊരു വേലക്കാരി പോലെ ഇട്ടേക്കാണ്. ഇല്ലില്ല, എൻ്റെ സ്വർണ്ണൊക്കെ എൻ്റെ തന്നെ ഉണ്ട്. അത് നന്നായി. അല്ലെങ്കിൽ ഇത് അവൻ അർഹിക്കുന്നില്ല. ശരിയെന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനും വരാം. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ചേച്ചിയോ, എന്താ ഈ സമയത്ത്? അല്ല, ഈ വീട്ടിൻ്റെ പിറകെ കൂടെ ഒരുത്തി ഇറങ്ങി ഇപ്പോഴേ ഇങ്ങനെ പോകണമുണ്ട്. അത് ഇന്ന് രാവിലെ ഗ്യാസ് കേടായ, അത് ശരിയാക്കാൻ വന്നിട്ട് പോയതാ. ഗ്യാസ് ശരിയാക്കാൻ വന്നതാ? എനിക്ക് യൂണിഫോമും ഇല്ലേ. യൂണിഫോം ഉണ്ടെങ്കിൽ ഗ്യാസുകാരനാണെന്നെങ്കിൽ പറയാമായിരുന്നു. ഇപ്പോഴത്തെ സമയമൊക്കെ മോശമാണ്, അതുകൊണ്ട് വന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ എൻ്റെ വീട്ടിലെ കാര്യം തലയിടുന്നേ? അതെ, പിന്നെ ഈ കാര്യം അപ്പുറത്തപ്പുറത്ത് പോയി പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കരുത്. ഇപ്പം ഞാനെന്തോന്ന് പറയാം, ഉള്ള കയ്യിരിപ്പ് ഇതാണെങ്കിൽ നാട്ടുകാർ തന്നെ പറഞ്ഞോളൂ. ഇവളെ എന്നെ പറയിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ സമാധാനമായിട്ട് ആഹാരം കഴിക്കുന്നത് നിൻ്റെ അടുത്ത് വരുമ്പോഴാണ്. പകലൊന്നും ആഹാരം കഴിക്കാനൊന്നും തോന്നില്ല. പിന്നെ ഒടുക്കത്തെ പ്രഷറാണ്. കൂടെയുള്ളവരൊരു സപ്പോർട്ടൊന്നുമില്ല. പിന്നെ ജോലി കളയാമെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ വേറെ ഏത് ജോലി കിട്ടാനാണ്. എന്നാലും നിന്നെ ഞാൻ ഓർക്കാറുണ്ട്. വിളിക്കാനൊന്നും പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചൂടെ?
എല്ലാവരുടെ മുമ്പിൽ വെച്ചൊന്ന് സംസാരിക്കാനും കൊണ്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഈ 30-35 വയസ്സായെങ്കിലും ജീവിതത്തിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഈ ചിരി ഞാൻ സമുദായം എടുത്തോട്ടെ. പെണ്ണാണം വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ഓക്കെ എന്ന് വിശ്വസിച്ച് പോകാനാണ് എനിക്കിഷ്ടം. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വേറെ കുറച്ച് ആലോചിച്ചതാ. എന്നെ ഇഷ്ടമായില്ലേ? ഇല്ലെങ്കിൽ പറയാൻ മടിക്കരുത്. എനിക്ക് റിജക്ഷനൊക്കെ ശീലമാണ്. ഇല്ല, അതൊന്നുമല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചതാ. അച്ഛനെ വേർത്തോണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ അച്ഛനമ്മയും ഈ കല്യാണ കാര്യത്തിൽ ഭയങ്കര സമ്മതത്തിലിരിക്കുക. അതുകൊണ്ടാ ഞാൻ എതിരൊന്നും പറയാത്ത. എനിക്ക് തന്നെക്കാൾ 10-12 വയസ്സ് കൂടുതലുണ്ട്. അതൊരു കുഴപ്പമൊന്നും അല്ലല്ലോ അല്ലേ? അതൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എല്ലാമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് സമയം വേണം. അത് കുഴപ്പമൊന്നുമില്ല. തനിക്ക് എത്ര സമയം വേണം എടുത്തോ. എനിക്ക് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും. തനിക്ക് ഈ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. ഞാൻ കൂടെ ഉണ്ടാവും എല്ലാത്തിനും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ എനിക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണമെന്ന്. സോറി. സോറി. ആരത്? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? വീടപ്പോൾ കറക്റ്റായി. നിന്റെ കല്യാണത്തിൻ്റെ അന്നേ മറുവീടിന് വന്നില്ലേ, ആ ഓർമ്മയിൽ ഇനി വന്നതാ. ഇവിടെ അടുത്ത് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിന്നെയും കൂടെ കണ്ടിട്ട് പോവാം. വാ കേറി വാ. എന്താണ് കല്യാണത്തിന് ശേഷം എന്നെ ഒന്ന് വിളിക്കാത്തെ? ആദ്യമൊക്കെ ഡെയിലി എന്തോരം റീൽസ് ആയിപ്പായിരുന്നു. ഇപ്പം എല്ലാം ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ മോളെ, നിനക്കെന്ത് വേണം? കല്യാണം കഴിഞ്ഞ് നല്ലൊരാളെ കിട്ടി, നീ സെറ്റിലുമായി. എൻ്റെ കാര്യം നോക്കണമെങ്കിൽ ഞാൻ തന്നെ ഓടണം. ഇനി അതീ കയറി പിടിക്കണ്ട, അതൊക്കെ വലിയൊരു കഥ. പിന്നെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു? സുഖമാണോ? അവരെങ്ങനെ വിളിക്കുമോ? അതിനാർക്ക് ആരെ വിളിക്കാൻ സമയം? നീ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വെള്ളം കുടിക്കേ. നിന്നെ ഇപ്പോഴും ആ മനു വിളിക്കാറുണ്ടോ? നിങ്ങൾ കോളേജിൽ വെച്ച് ബ്രേക്കപ്പ് ആയതല്ലേ? മനു? ഏത് മനു? ഡി കിടന്നുരുളല്ലേ? നിന്നെ സ്കൂൾ തൊട്ട് ഞാൻ കാണുന്നതാ, ഞാൻ കോള് കണ്ടതാ. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഏർപ്പാടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്താ ആവശ്യമില്ലാത്തത്? അവ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് തന്നെയാ. ഞങ്ങളിടയ്ക്ക് വിളിക്കാം, അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അതേന്ന്. എടി, എനിക്ക് തോന്നുന്നത് ഇത് തെറ്റാണ്. വെറുതെ നീ ആവശ്യമില്ലാത്തതൊന്നും. എന്ത് തെറ്റ്, എന്ത് ശരി? നിനക്ക് എന്നെ അറിയാന്നല്ലേ? പിന്നെ ഇതൊരു തമാശക്ക് അങ്ങനെ അങ്ങ് പൊക്കോളൂ. തമാശയോ ഇതോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിന്റെ വീട്ടിൽ കയറി വന്നിട്ടേ നിന്നെ കുറ്റം പറയണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഒന്നും മിണ്ടാത്തത്. ഉള്ള തമാശ. അവൾക്ക് കോംപ്ലക്സാ. ഇത്ര നാളായിട്ടും അവളുടെ കല്യാണം നടന്നില്ലല്ലോ, അതിൻ്റെ. പിന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട്. അവിടെ ഇനി ആരോടും ചെന്ന് പറയുന്നത്? അവള് വിശ്വസിക്കാം. പക്ഷേ എത്ര നാളെന്ന് വെച്ചിട്ടാ ഈ 19 ഈ വരവ്? പക്ഷെ അതിലൊരു സുഖമുണ്ട്. എന്ത് സുഖം? എൻ്റെ നെഞ്ചിങ്ങനെ ഒരു ദിവസം കഴിയുന്നതോറും പടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുക. നീ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് നീ എന്നെ കൊണ്ടുപോകണം, നമ്മുടെ മാത്രം ഒരു ലോകത്തേക്ക്. പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ. നീ ഒന്ന് അടങ്ങ്. എൻ്റെ വീട്ടിലും കല്യാണം ആലോചിക്കുന്നുണ്ട്. കുറച്ച് സമയത്താണ്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം.
എന്താന്ന് നേരത്തെ? സമയമൊന്നും ആയില്ലല്ലോ, വിളിച്ചതുമില്ല. വിളിച്ചു പറയാൻ പറ്റിയൊരു മൂഡിലല്ലായിരുന്നു. എന്താ നിനക്കൊരു വയ്യായിക പോലെ? അറിയോ? ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് മാനേജറായിട്ട് നല്ല വഴക്കായി. അപ്പം അതുപോലെ ലീവ് വെച്ചപ്പോൾ പുള്ളിയുടെ ഒരു മുട്ടാപ്പൊക്കെ ന്യായം. പിന്നെ എൻ്റെ സ്വരം കെടുത്തപ്പോൾ ലീവ് സാങ്ഷനായി. നെക്സ്റ്റ് മന്ത് 2 വീക്ക് സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്. നിനക്ക് തീരുമാനിക്കാം എവിടെ പോകണമെന്ന്. എന്തു പറ്റി നിനക്കൊരു ടെൻഷൻ പോലെ? അങ്ങനെയൊന്നുമില്ലല്ലോ, ഒന്നുമില്ലേട്ടാ. ഏയ് എന്തോ ഉണ്ടല്ലോ. അത് മുകളില് വാഷിംഗ് മെഷീനിൽ എന്തോ പടപടാന്ന് സൗണ്ട് കേൾക്കണം. ഞാനത് ശരിയാക്കായിരുന്നു. ചേട്ടനും കൂടെ ഒന്ന് നോക്കിയേ. ലോഡ് കൂടിയിട്ടാവും. ആ, ഒന്ന് ശരിയാക്കൂ. ഇപ്പോഴോ? ആ, ഇപ്പൊ തന്നെ വന്നേ. വാ. അങ്ങനത്തെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഭയങ്കര പ്ലാനിങ്ങിലാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം പിടിച്ചിരിക്കണ പോലെ എനിക്ക് അവിടെ ചെന്ന് പിടിച്ചേക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി എന്തെങ്കിലും ഗതികേടിന് എനിക്ക് അങ്ങേർക്ക് പഴഞ്ഞു കൊടുക്കേണ്ടി വരുമോ? നിനക്ക് എന്തെങ്കിലും പറഞ്ഞ് ഈ ട്രിപ്പ് ഒന്ന് മാറ്റി വെച്ചു. എങ്ങനെ മാറ്റി വയ്ക്കണമെന്ന് നീ പറയുന്നത്? എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങേർക്ക് സംശയം അടിക്കില്ലേ? എടി, ഞാൻ സാമ്പത്തികമായിട്ടൊന്നും കരുതിയിട്ടില്ല. അതുകൊണ്ടല്ലേ നിൻ്റെ കൈയും കാലും ഞാൻ പിടിക്കാൻ പറഞ്ഞത്. പിന്നെ ഈ രീതിയിലാണ് നമ്മുടെ പോക്കെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന്. നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതെ ഞാൻ എന്തെങ്കിലും സങ്കല്പിക്കാൻ നോക്കാം. എന്തായാലും അങ്ങേരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിൻ്റെ കൂടെ ആയിരിക്കും. അടുത്ത മാസം അനിയത്തിയുടെ 2ാം വർഷത്തെ ഫീസ് അടയ്ക്കണം. അതിനിടയിൽ ഈ യാത്രയൊന്നും അത്ര നല്ലതല്ല. ഓ, അത് സാരമല്ല, അത് രണ്ടും ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ അവളെ ചേർത്തതും പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ജീവിതം തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. തൻ്റെ കുടുംബത്തിനും എൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നുപോയി. എന്തായാലും തൻ്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എല്ലാം എനിക്കറിയണം. അതിനൊരു നിമിത്തമായി തീരട്ടെ യാത്ര. നമുക്ക് ട്രിപ്പിനെ കുറിച്ച് അടുത്ത മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. അവളുടെ ഫീസൊക്കെ അടച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയാൽ പോരെ? ശരിക്കും ഞാൻ ഭാഗ്യവാനാണ്. എല്ലാം അറിഞ്ഞു പെരുമാറുന്ന ഭാര്യ. സത്യം പറഞ്ഞാൽ കല്യാണ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വലിയ സങ്കല്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദൈവം അറിഞ്ഞു തന്നു. ഞാൻ ഭാഗ്യവാനാണ്. സുനിതേ, നീ ഈ ചെയ്യുന്നത് തെറ്റല്ലേടി? വെറുതെ പുള്ളിയുടെ ജീവിതവും തൊലച്ച്. നിനക്ക് ലിജേഷിനോട് താല്പര്യമില്ലെങ്കിൽ തുറന്നു പറയേ. അയാളെയും ഫ്രീ ആക്കാം, നിനക്ക് രക്ഷപ്പെടാം. എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? നിനക്കെല്ലാം അറിയണതല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ പറയുന്നത്? എൻ്റെ അച്ഛന് വയ്യാത്തോണ്ടും പിന്നെ അച്ഛനോടുള്ള പേടിയും കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇപ്പോൾ അച്ഛൻ്റെ ഹെൽത്തിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ പോയിട്ട് ഈ ബന്ധം ഏർപ്പെടുത്താൻ പറഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് ഞാനിപ്പോഴും കടിച്ചു തൂങ്ങിയിരിക്കുന്നത്. അല്ലാതെ അയാളോട് ഇഷ്ടം കൊണ്ടൊന്നല്ല. ലിജേഷിന് എന്താടി കുഴപ്പം? എനിക്ക് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. ഒരു കുഴപ്പമില്ലല്ലോ, എന്നെക്കാട്ടിലും 10-15 വയസ്സ് മൂപ്പ്. ഒരു മൊരടൻ, അതൊക്കെ പിന്നെയും പോട്ടെന്ന് വിചാരിക്കാം. ഞാൻ അങ്ങേരുടെ അടുത്ത് കുറച്ച് സാവകാശം ചോദിച്ചു, എല്ലായിട്ടും ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ. അങ്ങേർക്ക് അതിനും വയ്യ. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങേർക്കൊരു സ്നേഹമല്ല എൻ്റെ അടുത്ത്. എനിക്കൊന്നും മനസ്സിലാവില്ല. അല്ലാതെ നിന്റെ സ്വാർത്ഥതയല്ല, നിന്റെ ആവശ്യങ്ങളെല്ലാം കാണാൻ വേണ്ടി നീ പുള്ളിയെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നിനക്ക് അയാൾ മൊരടനായി. എടി, നീ ഞാൻ പറയുന്ന കേൾക്ക്. നിങ്ങൾ സമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലേടി എല്ലാവർക്കും ഇഷ്ടം. നീ ഒന്ന് മാറ്റി ചിന്തിക്കേ. ഇനി മറ്റുള്ളവർ പറഞ്ഞ പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഇനി എനിക്ക് എൻ്റെ ഫ്രീഡമാണ് വലുത്. ഇത്രയും കാലം എൻ്റെ അച്ഛനും അമ്മയും എല്ലാം പറയുന്നത് കേട്ട് ഞാൻ ജീവിച്ചു. ഇനി പറ്റില്ല. ഇനി എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. മനു ഒരു വീട് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സെറ്റാകുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ അപ്പം നോക്കാം. ഡാ മനു, അളിയ ഇനിയെങ്കിലും നിന്റെ ചുറ്റിക്കളിയെല്ലാം നിർത്തി നീ ഇനി ഒരു പെണ്ണ് കെട്ടാൻ നോക്ക്. അല്ലെങ്കിൽ നിനക്ക് ഒരിടത്ത് നീ ഒരു പെണ്ണ് കെട്ടാൻ പോണില്ല. എടാ, അതൊരു സുഖമല്ലേ? എന്ത് സുഖം?
എടാ പൊട്ട, നമ്മളൊരു വലിയ റെസ്റ്റോറൻറ്റിൽ പോകണം. അവിടെ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് മട്ടൻ ബിരിയാണി കിട്ടും. കഴിച്ചിട്ടുണ്ടോ? നല്ല രുചിയാണ്. നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നും കിട്ടും. പക്ഷേ എത്ര അൺലിമിറ്റഡ് ഫുഡ് കഴിച്ചാലും ലാസ്റ്റ് ചെന്നൊരു ആപത്ത് ചെന്ന് വിടില്ലേ. ഒരു ആപത്തുമില്ല. കക്ക അറിയെങ്കിലേ ഈ മനുവിന് നിൽക്കാനും അറിയാം. അറിയാം. പണ്ടേ അന്യൻ്റെ മോനിലൂടെ നിനക്ക് താല്പര്യമാണെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ ചെലവിനൊക്കെ നീ എന്ത് ചെയ്യും? ചിലവിന് അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ പ്രശ്നം. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. നീ ഇത് ഭദ്രമായിട്ട് കൊണ്ടുപോയി. താക്കോലല്ലേ, ഇതെനിക്കെന്തിനാ? ഞാൻ ആവശ്യമുള്ളപ്പോൾ നിന്നോട് ചോദിച്ചോളാം. നീ കൊണ്ടുപോയി. എൻ്റെ കയ്യിലൊന്നും ശരിയാവില്ല, നിങ്ങൾ തന്നെ വെച്ചാൽ മതി. സുനിത, നിന്റെ ഉരുപ്പടി എൻ്റെ കുറച്ച് ക്യാഷും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. നീ ഇത് വെച്ചേ. എൻ്റെ ഓഫീസിലെ വർക്ക് നിനക്കറിയാലോ. വർക്ക് പ്രഷർ ഇതെല്ലാം കൊണ്ട് ഞാൻ അവസാനം എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് തേടുമ്പോൾ കിട്ടില്ല. പിന്നെ ഈ വർക്ക് പ്രഷർ കാരണം എൻ്റെ BP കൂട്ടുണ്ടല്ലോ. നീ വെച്ചേ. അത് ചേട്ടൻ തന്നെ. നീ വെച്ചേരെ. നീ ഇതൊക്കെ വെറുതെ പറയണതാണ്. നിനക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഉണ്ടെങ്കിൽ നീ എന്നാ ഒരു വഴി കണ്ടുപിടിച്ചേനെ. മുത്തേ, നീ ചൂടാവല്ലേ. നിന്നെ ഇറക്കിക്കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹം കഴിഞ്ഞിട്ടൊന്നുമില്ല. കയ്യിൽ പൈസ വേണ്ടേ? നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്തുണ്ടോ? പണം ഇത് മാത്രമേ ഉള്ളൂ നിന്റെ മനസ്സിൽ. ഇത് കാരണം എത്ര നാൾ പറയും നീ? നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിലോ എൻ്റെ കഴിവുകളിൽ വിശ്വാസം ഇല്ലെങ്കിലോ നീ പൊക്കോ. ഞാൻ നിന്നെ തടയൂല. നിനക്ക് എന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടോ? കാശല്ലേ നിന്റെ പ്രശ്നം? അതെ. അത് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. എങ്ങനെ? സുനിത, നിന്റെ ഉരുപ്പടി എൻ്റെ കുറച്ച് ക്യാഷും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. നീ ഇത് വെച്ചേ. അത് ചേട്ടൻ തന്നെ. നീ വെച്ചേരെ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എല്ലാം ഉണ്ടോ? കുറച്ച് കാശ് വേണമുണ്ടോ? അത് മതിയാവില്ല. നോക്കിട്ട് പറ്റിയും വിളിക്കാം. ശരിയെന്നോ? ഞാൻ വിളിക്കാം. കയറി. എന്താ ചെയ്? പോണ്ടായിരുന്നോ? ഇന്ന് പോണ്ടായിരുന്നു. വേറെ വെളിയിലൊന്നും പോയില്ല? ഇല്ല, ഇന്ന് എവിടെ പോയില്ല. ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. മക്കളൊന്ന് സൂക്ഷിക്കണം. അതായത് മക്കളില്ലാത്ത സമയത്ത് പലരും ഇവിടെ വന്നു പോകുന്നുണ്ട്. അത് മക്കളൊന്ന് സൂക്ഷിക്കണം. അതായത് എനിക്ക് കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് വന്ന് പറഞ്ഞത്. സൂക്ഷിക്കണം. എന്താണ് നേരത്തെ? സമയമൊന്നും ആയില്ലല്ലോ. വിളിച്ചതുമില്ല. വിളിച്ചു പറയാൻ പറ്റിയൊരു മൂഡിലല്ലായിരുന്നു. എന്തു പറ്റി നിനക്കൊരു ടെൻഷൻ പോലെ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒന്നുമില്ലേട്ടാ. എന്തോ ഉണ്ടല്ലോ. ഞാൻ നമ്മളോട് പറഞ്ഞല്ലേ എനിക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണം. സോറി. പെണ്ണ് കാണാൻ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ഓക്കെ എന്ന് വിശ്വസിച്ച് പോകാനാണ് എനിക്കിഷ്ടം. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വേറെ കുറച്ച് ആലോചിച്ചതാ. അച്ഛനെ വേത്തോണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ അച്ഛനമ്മയും ഈ കല്യാണ കാര്യത്തിൽ ഭയങ്കര സമ്മതത്തിലിരിക്കുക. അതുകൊണ്ടാ ഞാൻ എതിരൊന്നും പറയാത്ത.
സുനിത, ഒരു കാര്യം ചോദിക്കട്ടെ? ഇന്നൊരു സംഭവം ഉണ്ടായി. നിങ്ങൾ കാര്യം പറ. നമ്മളെ അപ്പുറത്തോട്ടുള്ള ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി പറയാ ഞാനില്ലാത്തപ്പോൾ ഇവിടെ ആരോ വന്നിട്ട് പോകുന്നുണ്ടെന്ന്. എന്ത് തെണ്ടിത്തരം അവർ പറയുന്നത്? നാളെ രാവിലെ വിട്ടെ, അവർക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഒന്നും പറയാൻ പോണ്ട, അവർക്കുള്ളത് ഞാൻ നാളെ കൊടുത്തോളാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലല്ലേ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട്? ശേ, അവർ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് സംശയമൊന്നുമില്ല. ആരുമില്ലാത്തപ്പോൾ അത് വീട്ടിൽ കയറി നോക്കണം, അപ്പറിയാം അവരുടെ ഓരോ കഥകൾ. അല്ലെങ്കിൽ തന്നെ വീട്ടിലൊരു ഗ്യാസ് കിട്ടിയ ഒരാൾ വന്നാൽ തന്നെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നറിയോ? അങ്ങനത്തെ ടീമുകളാ. ചോദിക്കണ്ടായിരുന്നു. രജിഷേ, നിന്നെ 2-3 ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതൊന്നുമല്ല. നിന്റെ മുഖം മാറുമ്പോൾ എനിക്കറിയാം. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ. എൻ്റെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലാണ്ടാ. നീ എന്തെങ്കിലും തെളിച്ച് പറ. അവക്കെന്തോ എന്നോടൊരു അകൽച്ച പോലെ. ഞാൻ എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും അവൾ കൈതട്ടി മാറ്റി പോകുമ്പോൾ ഒരു ഫീൽ. അതൊക്കെ നിന്റെ തോന്നലായിരുന്നല്ലോ. ചിലപ്പോൾ തോന്നലായിരിക്കും, പക്ഷേ എൻ്റെ ഫാമിലി ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതെനിക്കറിയാം. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവളോട് സംസാരിക്കണോ? വേണ്ട, ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഞാനും കാരണക്കാരനാണ്. ഈ പ്രശ്നങ്ങൾ ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. ഹലോ ഹലോ, പറയടി. മനു, ഞാൻ എത്ര നാൾ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തേ? എടി ഞാൻ തിരക്കായിരുന്നു. ഫ്രീ ആണെങ്കിൽ നീ വിളിച്ച് എടുക്കൂലേ? അന്ന് എനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി. എടി ഇപ്പോൾ വിസയുടെ പ്രോസസ്സ് നടക്കുകയാണ്. പിന്നെ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഒരു പ്രശ്നമുണ്ട് എടി. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ തികയോന്ന് തോന്നണില്ല. ഒരു 50,000 കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. നീ വിചാരിച്ചത് നടക്കുകയും ചെയ്യും. 50,000? എങ്ങനെയെങ്കിലും ഒരു 50,000 കൂടെ ഒപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ ശരി, ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കി നോക്കട്ടെ. പിന്നെ ചേട്ടനപ്പം നല്ല ഡൗട്ടുണ്ട്. നീ അതൊന്നും നോക്കണ്ട, നീ എങ്ങനെയും ഒപ്പിക്കും. ശരിയെന്ന്. ഹലോ ഹലോ നീയോ? അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് നീ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ എവിടെ ഇരിക്കുക? നിന്റെ ഈ അവസ്ഥ കാണാൻ മടിച്ചാൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന്. അപ്പോൾ നിനക്ക് തലയിൽ കയറത്തില്ല. ഇപ്പം ശരിയായല്ലോ എല്ലാം. നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. ശരിക്കും നിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ? എന്ത്? മനുവിനെന്തെങ്കിലും? ഇത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? നിന്റെ മനുവിൻ്റെ എൻഗേജ്മെൻറ്റ് കാർഡാ. അവനെ ചതിക്കായിരുന്നു. എടി, ഇതൊക്കെ കൊണ്ടാ ഞാൻ ആദ്യമേ അവനെക്കുറിച്ച് നിന്നോട് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നീ ഫോൺ എടുത്തല്ലോ. നിന്റെ എൻഗേജ്മെന്റ് ആയല്ലേ? പിന്നെന്തിനാ നീ എന്റെ കൂടെ നടന്ന് ചതിച്ചത്? എൻ്റെ പണവും സ്വത്തും എൻ്റെ സമയം എല്ലാം പോട്ടെ, എൻ്റെ ജീവിതം നീ നശിപ്പിച്ചില്ലേ? നിനക്കിത് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെ ചെയ്യാൻ?
പിന്നെ നാളെ ഞാൻ എന്നെ കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നീ എന്നെ തേക്കിടുന്നുണ്ടാവും എനിക്ക് ഉറപ്പ്. പിന്നെ ഇത് നീ എന്തായാലും പുറത്ത് പറഞ്ഞു നടക്കുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം നിനക്ക് തന്നെയാണ് നഷ്ടം. നിന്റെ അച്ഛൻ്റെ അവസ്ഥയൊക്കെ നിനക്കറിയാം. അതുകൊണ്ട് ഇനി എന്നെ വിളിക്കണ്ട. ശരിയാണ്. ഹലോ, ഹലോ. ആ ഡേ, താൻ ടെൻഷനൊന്നും ആവണ്ട. തൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ്, അറ്റാക്ക് വന്നു. സർജറിക്ക് 1,00,000 രൂപ വേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്യും, ആ അലമാരിലിരിക്കുന്ന ഗോൾഡ് എടുത്ത് റെഡി ആയിട്ടില്ലേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. customer you're trying to reach is not available. Please call back.